ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡിയോൺ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളോർക്കും ഞാനെന്താ ഇന്നും ഈ കാടും പടലൊക്കെ കാണിച്ചു തുടങ്ങുന്നതെന്നല്ലേ. ഇതെന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് നമ്മുടെ പറമ്പിൽ ആന വന്നതാണ് കേട്ടോ. കാപ്പിയൊക്കെ ഒടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ മുറ്റത്തെ ഒരു ചെടി പിഴുതിട്ടിട്ടുണ്ട്. പിന്നെ വാഴ, കവുങ്ങ് ഇതെല്ലാം ആന കളഞ്ഞതാണ് കേട്ടോ. ആനേനെ ഓടിക്കാനൊന്നും പറ്റില്ല, രാത്രിയാണ്. പിന്നെ ആന എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആനേനെ ഓടിക്കാനൊന്നും പോയില്ല. ആനയ്ക്ക് പറ്റുന്ന പണിയൊക്കെ ആന ചെയ്തിട്ട് പോയി കേട്ടോ. ഈ വഴി കൂടി നേരെ പോയി ഇതിനിടയ്ക്കൂടെ വാഴയും ഒക്കെ കളഞ്ഞിട്ടുണ്ട്. പോയി അങ്ങനെ ആനേൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പറമ്പിലൂടെ കയറിപ്പോയി കേട്ടോ. ഇനിയിപ്പോൾ എപ്പോൾ വരും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ ആനയൊക്കെ രാത്രിക്ക് നേരത്തെ വരും കേട്ടോ. ഈ ചക്കയും മാങ്ങയുടെ സീസൺ തുടങ്ങിയാൽ ആന വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു പുതിയ സാധനം പരിചയപ്പെടുത്തി തരാം. പുതിയതൊന്നുമല്ല, എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു സാധനമാണ്. ഇതെന്താണെന്നറിയോ കൂട്ടുകാരെ? ഇതാണ് ബോട്ടി കേട്ടോ. നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് കിട്ടിയ സാധനമാണ്. ഇനി പിന്നെ പ്രത്യേകിച്ച് ഇത് ക്ലീൻ ചെയ്തെടുക്കണ്ട. അപ്പോൾ ഇത് ചെറിയ പീസസ് ആക്കി കറി വെക്കാൻ പാകത്തിനുള്ള ചെറിയ പീസസ് ആക്കി എടുക്കണം. അങ്ങനെ ഇതാ ബോട്ടീൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നല്ല രീതിയിലൊന്ന് കഴുകി എടുക്കണം കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് ഒന്നുകൂടി ഒന്ന് കഴുകി ഒന്ന് എടുത്തു. എന്നിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് വെക്കുകയാണ് കേട്ടോ. കുക്കറിൽ വേവിക്കാൻ വെക്കുമ്പോൾ ഞാൻ അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇതിനാവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ കുറച്ച് സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുകപ്പട്ട, ഏലയ്ക്ക, ഗ്രാമ്പു, പെരിഞ്ജീരകം പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഇത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളവും ചേർത്തിട്ട് ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ആ സമയം കൊണ്ട് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. 2 പച്ചമുളക്, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കിന് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. കടുക് പൊട്ടി വരുന്നതിന് ശേഷം ഇതിലേക്ക് തേങ്ങാക്കൊത്ത്, സവോള, നടുവെ കീറി വെച്ച പച്ചമുളകെല്ലാം ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത്. പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കിന് സവോളയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ തേങ്ങാക്കൊത്ത് ഇതിൻ്റെ കൂടെ തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ, വേറെ സെപ്പറേറ്റ് വറുത്തല്ല ചേർക്കുന്നത്. ഉള്ളിയൊക്കെ വഴണ്ട് വരുമ്പോൾ ആ കൂടെ തന്നെ തേങ്ങാക്കൊത്തിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി ഒന്ന് വേറൊരു ടേസ്റ്റായി വരും കേട്ടോ. ഇതിലേക്ക് സവോളയും പച്ചമുളകും തേങ്ങാക്കൊത്തും എല്ലാം ചേർത്ത് ആദ്യം ഒന്ന് ഇളക്കി പിന്നെ സവോളയൊന്ന് വഴണ്ട് വരാൻ വേണ്ടി ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് ഒന്ന് സവോളയൊന്ന് വാടി കിട്ടുമല്ലോ. കുറച്ച് ഉപ്പ് ഒത്തിരി ചേർക്കുന്നില്ല, ഒരു ലേശം ഉപ്പും കൂടി ചേർത്ത് ഇളക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾക്ക് പേസ്റ്റായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികമൊന്നുമില്ല, ചെറിയ 2 കഷ്ണം ഇഞ്ചിയും ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിട്ട് കൊടുത്ത സാധനങ്ങളെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നത്, ഒരു 2-2.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ആദ്യം ഇട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് ഇതിലേക്ക് ഞാൻ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ പൊടി അധികം ചേർക്കുന്നില്ല കേട്ടോ, ഒരു ചെറിയ സ്പൂൺ, ഒരു 2 നുള്ളെന്ന് പറയാം, അത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ വേവിക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അധികം ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ്. എരിവുള്ളതായതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മീറ്റ് മസാല, അതിന് നല്ല എരിവുണ്ടല്ലോ, അധികം ചേർക്കുന്നില്ല. പിന്നെ ഞാൻ പ്രത്യേകിച്ച് വേറെ കുരുമുളക് ഇനിയും ചേർക്കുന്നില്ല, എരിവ് കൂടിപ്പോകുമല്ലോ. പച്ചമുളകിൻ്റെ എരിവും മുളക് പൊടി എല്ലാം നല്ല എരിവായി പോകുമല്ലോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടിയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 7-8 വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ലേശം വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചതും കൂടി ഇതിലേക്ക്
ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കഷ്ണത്തിലേക്ക് ഈ പൊടിയെല്ലാം ഒന്ന് പിടിച്ച് വരണമല്ലോ. അപ്പോൾ അതൊരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നമ്മളൊന്ന് വേവിക്കുന്ന പറഞ്ഞൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. നമ്മൾ സ്പൈസസ് ഒക്കെ മുഴുവത്തോടെ ചേർത്ത് കൊടുത്തതുകൊണ്ട് അധികം ഗരം മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വരട്ടിയെടുക്കണം. അങ്ങനെ നമ്മുടെ ബോട്ടി വരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.